ഹായ് ഫ്രണ്ട്സ്, കറി ലീഫ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് സ്റ്റൂ ആണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ബീഫ് ഒരു 1/2 കിലോ, അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് 3 വിസിലടിപ്പിച്ച് കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഹോൾ സ്പൈസസ് ആണ്. അത് പൊടിച്ചിടുകയല്ല ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇഞ്ചി ഇവിടെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 250 ഗ്രാമോളം. പിന്നെ 2 പച്ചമുളക്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഈ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അത് പൊടിച്ചിടണ്ട, പൊടിച്ചിട്ട് കഴിയുമ്പം നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ട് അതൊന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിനി അതിലേക്ക് പച്ചമുളക്, അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഒരുപാട് നേരമൊന്നും മിക്സ് ചെയ്യണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ്, നമ്മൾ കഴുകി കണ്ടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അത് നന്നായിട്ടൊന്ന് ഇളകി വന്ന ശേഷം നമുക്കതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി. നമ്മൾ ഒരുപാട് കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല, കാരണം പച്ചമുളകും നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ ബീഫ് വേവിച്ചപ്പം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്. സ്റ്റൂവിൻ്റെ കളർ എന്നും വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കുരുമുളക് ചേർത്ത് കളർ മാറ്റുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുത്ത് നമ്മളിത് വേവിച്ചെടുക്കണം. പൊട്ടാറ്റോ ഈ പാലിൽ കിടന്നാണ് വെന്ത് വരേണ്ടത്. നമുക്ക് ടിന്നിനകത്തുള്ള പാൽ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്കതിനകത്തുനിന്ന് ഒരു 100 ml പാലെടുത്ത് അത് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ തിക്കായിട്ടുള്ള പാല് നമുക്ക് 1ാം പാൽ ഒഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ 2ാം പാൽ ഒഴിക്കുമ്പം കറി തിളച്ചാൽ കുഴപ്പമില്ല, പക്ഷേ 1ാം പാൽ ഒഴിച്ച ശേഷം കറി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിയുമ്പം അതിന് രുചി വ്യത്യാസം വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങ് ഒരു 80% കുക്ക് ചെയ്ത ശേഷം നമുക്കതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ കൂടുതലിടുക. ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, തിളപ്പിക്കരുത്. നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഇതിലേക്ക് മല്ലിയിലയിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. ഇത് നല്ലൊരു ടേസ്റ്റി കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്.